എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ പ്രഭാത വന്ദനം. ഇന്ന് ലോകം മുഴുവനും ക്രിസ്മസ് ആയിട്ട് ആചരിക്കുന്ന ഈ ദിവസം എന്തുവാ അതിൻ്റെ സന്തോഷം എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ ജീവിതത്തിന് അതൊരു വലിയ അനുഗ്രഹമായി തീരട്ടെ. ക്രിസ്മസ് അല്ലെങ്കിൽ ആ ഒരു ഉത്സവം അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ദൈവം ജനിച്ചു എന്ന് പറയപ്പെടുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാർ വിശ്വസിക്കുന്നു, ലോകമെമ്പാടും അങ്ങനെ ചിന്തിക്കുന്നു, കരുതുന്നു. നമുക്ക് വചനത്തിൽ നിന്നും ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചരിത്രത്തിൽ നിന്നും ആ കാര്യം നമുക്കൊന്ന് പരിശോധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു അനുഗ്രഹമായിരിക്കും. അനേക ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ ഞങ്ങളോട് ഈ കാര്യം ഡൗട്ടായിട്ട് ചോദിക്കുകയും പല വർഷങ്ങളായിട്ട് പലപ്പോഴും ഈ കാര്യങ്ങൾ ചോദിക്കുകയും കാര്യം ആൾക്കാർക്ക് പ്രധാനമായിട്ടൊരു ഡൗട്ട് വരുവാൻ കാരണം ബൈബിളിൻ്റെ അകത്ത് ദൈവം ജനിച്ചത്, അല്ലെങ്കിൽ ദൈവം ജനിക്കേണ്ട ആവശ്യമില്ലല്ലോ, അവൻ അങ്ങ് സ്വർഗത്തിൽ വലിയവനായ ദൈവം ആ ബൈബിൾ എഴുതിയിരിക്കുന്ന അവൻ അൽഫയും ഒമേഗയും, ആദ്യനും അന്ത്യനും. എന്നാലും ദൈവം മനുഷ്യ അവതാരം എടുത്ത് യേശു ക്രിസ്തു മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്ന 2000 വർഷം അല്ലെങ്കിൽ 2000 വർഷം മുമ്പ് മനുഷ്യനായിട്ട് വന്ന ആ തീയതിയാണെന്ന് കരുതിയാണ് ലോകം മുഴുവൻ ഡിസംബർ 25 ക്രിസ്മസ് ആയിട്ട് അവർ കൊണ്ടാടുന്നത്. വചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായമാണ് നമ്മൾ വളരെ വ്യക്തമായിട്ട് കർത്താവ് ജനിച്ച മത്തായിയുടെ സുവിശേഷത്തിലുമുണ്ട്, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അവിടെ നമ്മൾ നോക്കുമ്പോൾ അഗസ്തോസ് കൈസർ, ആ ഭരണാധികാരി, ലോകത്തിൽ നിന്ന് അല്ലെങ്കിൽ അവിടെയുള്ള ഇസ്രയേൽ പ്രോവിൻസിലും പുള്ളി എല്ലായിടത്തും പുള്ളി ആ ഭരിച്ച ചക്രവർത്തിമാരാണല്ലോ. അപ്പോൾ അവർ ആ ഭരിക്കുന്ന ദേശത്തിൽ മുഴുവനും ഓരോരുത്തരും സെൻസസിന് വേണ്ടി അവരവരുടെ ഹോം ടൗണിലേക്ക് അല്ലെങ്കിൽ അവരവരുടെ ശരിക്കുമുള്ള സ്വദേശത്തിലേക്ക് പോകുവാൻ വേണ്ടി ഒരു കൽപ്പന, ഒരു ആജ്ഞ പുറപ്പെടുപ്പിച്ചു എന്ന 2-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ലൂക്കോസ് 2:1-2 വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാം, അഗസ്തോസ് കൈസർ ഒരു ആജ്ഞ പുറപ്പെടുവിച്ചു. അതനുസരിച്ച് യോസേഫും മറിയയും, കാര്യം യോസേഫാണല്ലോ ഭർത്താവ്, അപ്പം ആണുങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ ആ സ്വദേശം എവിടാ, യോസേഫ് നമ്മൾ ബൈബിളിൽ നിന്ന് കാണുമ്പോൾ ഈ അധ്യായത്തിനകത്ത് എഴുതിയിട്ടുണ്ട് ദാവീദിൻ്റെ ആ ഒരു വംശാവലിയിൽ വരുവേൻ, കാര്യം വാഗ്ദത്തം അങ്ങനെ പ്രവചനം അങ്ങനെ കിടക്കുന്നതുകൊണ്ട് യേശു കർത്താവ് അങ്ങനെ ജനിക്കേണ്ടതുകൊണ്ട് ദാവീദിൻ്റെ കുടുംബക്കാരനായതുകൊണ്ട് ദാവീദിൻ്റെ പട്ടണമായ ബെത്ലഹേമിൽ ചെല്ലുകയും അല്ലെങ്കിൽ അതിനുവേണ്ടി യാത്ര തിരിച്ച് പുള്ളി ഇപ്പോഴായിരുന്ന ആ സ്ഥലത്തിൽ നസ്രത്തിൽ നിന്ന് ബെത്ലഹേമിലേക്ക് അത് ദിവസങ്ങളുടെ യാത്രയാണ്, ആ ദിവസങ്ങളുടെ യാത്ര തിരിക്കുകയും ആ പോയ വഴിക്ക് മറിയം പ്രസവിക്കുകയും ചെയ്ത ആ ഒരു കാര്യം നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. ഒരു കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാകേണ്ടത്, ഇസ്രയേൽ നമ്മളിപ്പോൾ ആയിരിക്കുന്നത് നമ്മൾ മധ്യധരണിയുടെ അല്ലെങ്കിൽ ഇക്വേറ്ററിൻ്റെ വളരെ അടുത്താണ്. ഇസ്രയേൽ വളരെ നോർത്താണ്, മാപ്പിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ നോർത്താണ്, യൂറോപ്പിൻ്റെ തൊട്ട് താഴെയായിട്ട് നിൽക്കുന്ന സ്ഥലം. അവിടെ നല്ല തണുപ്പുള്ള സ്ഥലവും ഡിസംബർ അവസാനം എന്ന് പറയുന്ന ലോകമെമ്പാടും നല്ല തണുപ്പിൻ്റെ സമയം, പ്രത്യേകിച്ച് ഇതുപോലുള്ള തുറന്ന മരുഭൂമി പോലെ കിടക്കുന്ന അറബി നാട്ടിലോ അല്ലെങ്കിൽ നോർത്തിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നല്ല മഞ്ഞ് വരെയും പെയ്യുന്ന പോലുള്ള സ്ഥലമാണ്. ഇസ്രയേലിൻ്റെ മേളിലോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പം ഈ ഒരു സമയത്ത് എന്ന് വെച്ചാൽ വളരെ ഫ്രീസിങ് ആയിട്ട്, അവിടെ മഞ്ഞ് പെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, വളരെ ഫ്രീസിങ് ആയിട്ട് എന്ന് വെച്ചാൽ 4 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് ഐസ് അല്ലെങ്കിൽ വെള്ളം ഐസ് ആവുമല്ലോ, വെറും +4 മൈനസ് അല്ല, 4 ഡിഗ്രി സെൽഷ്യസ് തൊട്ട്. അപ്പം ഏകദേശമൊക്കെ അതിൻ്റെ ഒരു അടുത്ത് 5-6 ഡിഗ്രി സെൽഷ്യസിൻ്റെ മഞ്ഞിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഐസ് ആകുന്ന അടുത്ത് ഉള്ള ഒരു ഫ്രീസിങ് തണുപ്പത്ത് തുറന്ന മരുഭൂമി പോലൊരു സ്ഥലത്ത് ഒരു അഗസ്ത്യസ് കൈസറും ഇങ്ങനെ ഒരു സെൻസസ് പറയത്തില്ല. ഇനി പറഞ്ഞാൽ പോലും അങ്ങനെ ആൾക്കാർക്ക് പോകുവാൻ കഴിയത്തില്ല. കാര്യം ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഹീറ്ററുള്ള കാറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സജ്ജീകരണവുമായിട്ട് നമുക്കറിയാം അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ആൾക്കാർ യാത്ര ചെയ്യുന്നു, തണുപ്പത്തും യാത്ര ചെയ്യുന്നു. അന്ന് അങ്ങനത്തെ സജ്ജീകരണങ്ങളൊന്നും ഇല്ലല്ലോ. ഒരു കഴുതയുടെ പുറത്ത് ആണല്ലോ ഇവർ യാത്ര ചെയ്തത്, അല്ലെങ്കിൽ ഒരു മൃഗത്തിൻ്റെ പുറത്ത്. അപ്പം അങ്ങനെ ഒരു കാര്യം, കഴുത വളരെ സ്ലോ ആയിട്ട് കുതിര പോലെ എടുത്ത് ചാടാത്തത് കൊണ്ട് കൂടുതലും ആൾക്കാർ ആ ഒരു യാത്രയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു മൃഗത്തിൻ്റെ മേളിൽ നടക്കുന്ന സ്പീഡിൽ മാത്രം ദിവസങ്ങൾ യാത്ര ചെയ്യുവാൻ വേണ്ടി ഇത്രയും വലിയൊരു തണുപ്പത്താ അങ്ങനെ സംഭവിക്കുന്നെങ്കിൽ ഒരിക്കലും അതാരും ജീവിച്ചിരിക്കത്തില്ല. മനുഷ്യരെല്ലാവരും അല്ലെങ്കിൽ പകുതി ആൾക്കാർ സെൻസസിന് അവരോട് സ്വദേശത്ത് പോകാൻ പറ്റത്തില്ല. അഗസ്ത്യസ് കൈസർ അല്ലെങ്കിൽ അന്നത്തെ ഭരണാധികാരി ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അപ്പോൾ ഡിസംബർ അവസാനമല്ല കർത്താവിൻ്റെ ജന്മദിനം എന്ന് അറിയാൻ വേറൊരു കാരണം കൂടി. കാര്യം ഇതിൻ്റെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് കർത്താവ് എവിടെ ജനിച്ചത് എന്നവിടെ എഴുതിയിട്ടില്ല. എന്നാലും ജനിച്ച് കഴിഞ്ഞ് അവിടെ അടുത്തുള്ള സത്രത്തിൽ ചെല്ലുകയും അവിടെ ആൾക്കാരെല്ലാം ഇതുപോലെ യാത്രയിലാണ്. സത്രത്തിൽ മുറിയില്ലാത്തത് കൊണ്ട്
ആ അല്ലെങ്കിൽ ആ ഹോട്ടൽ, ഹൈവേ ഹോട്ടലിൽ, മോട്ടലിൽ മുറിയില്ലാത്തത് കൊണ്ട് അവർ കർത്താവിനെ അല്ലെങ്കിൽ ആ തൊഴുത്തിൻ്റെ അകത്ത് കാലിത്തൊഴുത്തിൽ കിടത്തുവാൻ ഇടയായി. അപ്പം ജനിച്ചത് റോട്ടിൽ അല്ലെങ്കിൽ പുറത്താണ്, കിടത്തിയതാണ്. അതിന് ശേഷം ജനിച്ചതിന് ശേഷമാണ് അവർ കിടത്തിയതാണ്. കാര്യം പോയ വഴിക്ക് പ്രസവ വേദന നമ്മൾ പറയുമ്പോഴല്ലല്ലോ ഉണ്ടാകുന്നത്. പോയ വഴിക്ക് ജനിച്ചു, കിടത്തിയതാണ് കാലിത്തൊഴുത്തിൽ എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നമുക്ക് മനസ്സിലാകുവാൻ കഴിയും. അപ്പം ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, അതിൻ്റെ വചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെ ഒരു കുഞ്ഞ്, നവജാത ശിശു അല്ലെങ്കിൽ വളരെ ഒരു പൊടിക്കുഞ്ഞ് ഇത്രയും മൈനസ് അല്ലെങ്കിൽ ഫ്രീസിങ് ഡിഗ്രി സെൽഷ്യസിൽ പുറത്ത് ജനിക്കത്തില്ല. ആരും ഒരു ഗർഭിണി യാത്ര ചെയ്യത്തില്ല. യാത്ര ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങൾ യാത്ര ചെയ്യണം. അന്നൊക്കെ മരുഭൂമിയാണ്, തുറന്നു കിടക്കുന്ന മരുഭൂമിയിലെ കാറ്റ്, മരുഭൂമിയിൽ പോയിട്ടുള്ളവർക്കറിയാം. അതുപോലുള്ള കാറ്റിൻ്റെ അകത്ത് ആരും ജീവിക്കത്തില്ല. ഇതുപോലൊരു ഫ്രീസിങ് ടെമ്പറേച്ചറിൽ ജനങ്ങൾ ലക്ഷക്കണക്കിന് ആൾക്കാർ യാത്ര ചെയ്യത്തില്ല, ഒരു ഭരണാധികാരിയും പറയത്തില്ല. അപ്പം ഡിസംബർ അവസാനമല്ല എന്ന് നമുക്കറിയാം. പക്ഷേ കർത്താവ് ജനിച്ചു എന്നുള്ളൊരു വചന സത്യവും ചരിത്ര സത്യവുമായതുകൊണ്ട് അത് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചത് ബൈബിളിൽ നമുക്കത് കാണുവാൻ കഴിയുമല്ലോ. തീയതി അറിഞ്ഞുകൊണ്ട് പിതാവായ ദൈവം പറഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം നമുക്ക് വചനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകുവാൻ കഴിയും. അപ്പം തീയതി ഏതാണെന്ന് അറിയത്തില്ല, പക്ഷെ നമുക്കറിയാം ലോകമെമ്പാടും ക്രിസ്തു ജനിച്ചു എന്ന് പറഞ്ഞ് കൊണ്ടാടുന്ന ഈ ദിവസം. പിന്നെ ആൾക്കാരുടെ ഒരു ചോദ്യമാണ് പലപ്പോഴും വരുന്നത്, എപ്പോഴാണ് പിന്നെ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഡിസംബർ 25 യേശുവിൻ്റെ ജന്മദിനമായി അല്ലെങ്കിൽ ക്രിസ്മസ് ആയിട്ട് ജനങ്ങൾ കൊണ്ടാടുന്നു, എവിടെ നിന്ന് ഇത് വന്നു എന്ന് ചോദിക്കുന്നതിനുള്ള ഉത്തരം ചരിത്രത്തിൽ നിന്നും അല്ലെങ്കിൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. നിങ്ങൾ ചുമ്മാ ഇപ്പം ഈ കാലഘട്ടത്തിൽ പണ്ടൊക്കെ ആണെങ്കിൽ എൻസൈക്ലോപീഡിയയും ബുക്കുകളൊക്കെ റെഫർ ചെയ്യണം. ഇന്നത്തെ കാലത്ത് ചുമ്മാതെ നെറ്റിൻ്റെ അകത്ത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. ഗൂഗിളിൻ്റെ അകത്ത് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചരിത്ര സത്യം ആദ്യത്തെ ലിങ്ക് തന്നെ വിക്കിപീഡിയയുടെ എൻസൈക്ലോപീഡിയ ആയിരിക്കും. നിങ്ങൾ ഡിസംബർ 25 എന്ന് പറഞ്ഞാൽ ചിലയിടത്ത് ക്രിസ്മസ് ആണെന്ന് വരും, പക്ഷേ കൂടുതൽ ലിങ്കുകൾ വരുന്നത് അത് മിത്ര അല്ലെങ്കിൽ സോൾ ഇൻവിറ്റിക്കസ് എന്ന് പറയുന്ന സൂര്യദേവൻ്റെ ജന്മദിനമായിട്ട് വർഷങ്ങളായിട്ട് കർത്താവ് ജനിക്കുന്നതിൻ്റെ ആയിരക്കണക്കിന് വർഷം മുമ്പേ ലോകം മുഴുവനും കൊണ്ടാടുന്ന ഒരു വലിയൊരു പെരുന്നാളാണത്. ഞാൻ ഒന്നുകൂടെ അത് വ്യക്തമായിട്ട് ഞാൻ എന്തെങ്കിലും ഒരു പുതിയ കാര്യം പറഞ്ഞങ്ങ് പോവുകയല്ല. മിത്ര MITHRA അല്ലെങ്കിൽ സോൾ ഇൻവിറ്റിക്കസ്, അങ്ങനെയാണ് അതിൻ്റെ ഗ്രീക്ക് പേര്, എന്നുള്ള ആ സൂര്യദേവൻ്റെ ഒരു ജന്മദിനമാണ്. അതാണ് ശരിക്കും അതിൻ്റെ സത്യം. പിന്നെ അത് എങ്ങനെ ഇത് യേശുവിൻ്റെ ജന്മദിനമായി എന്ന് ആൾക്കാർ ചോദിക്കാറുള്ള സംശയമാണ്. ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ ഈ കാര്യം ഡിസ്കസ് ചെയ്യുന്നത്. വളരെ വ്യക്തമായിട്ട് ചില വർഷങ്ങൾക്ക് 2 വർഷം മുമ്പേയും അത് പല ആവർത്തി മിക്കവാറും 2 വർഷം കൂടുമ്പോൾ മലയാള മനോരമയുടെ സൺഡേ സപ്ലിമെൻറ്റിൻ്റെ അകത്ത് അത് വളരെ വ്യക്തമായിട്ട് അത് വരാറുണ്ട്. ആ സൺഡേ സപ്ലിമെൻറ്റ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാം വായിച്ചിട്ടുള്ള കാര്യമായി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ സൂര്യദേവൻ്റെ ഈ ഒരു ജന്മദിനം. അത് പിന്നെ അത് ക്രിസ്മസ് ആയിട്ട് കൊണ്ടാടുവാനുള്ള കാരണവും അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. അത് എല്ലാ എൻസൈക്ലോപീഡിയക്കകത്ത് എഴുതിയിട്ടുണ്ട്. അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഞാൻ പങ്കുവെക്കുന്നു. കോൺസ്റ്റന്റൈൻ പോൾ, ആ സമയത്ത് കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന ചക്രവർത്തി, പുള്ളി ഒരു ക്രിസ്തു വിശ്വാസി ആയപ്പോൾ പുള്ളിയെ ചക്രവർത്തിയാണല്ലോ. അപ്പം വളരെ പുള്ളിയുടെ കൊട്ടാരം ഇന്നത്തെ വെട്ടിക്കാൻ അവരെ വെട്ടിക്കാനായിട്ട് ഇരിക്കുന്ന അതൊരു കൊട്ടാരമായിരുന്നു ചക്രവർത്തിയുടെ. അന്ന് റോമൻ ഭരിച്ച ചക്രവർത്തിയുടെ കൊട്ടാരം, പുള്ളിയുടെ കൊട്ടാരം ഒരു ക്രിസ്തീയ ആസ്ഥാനമാകുകയും അതുപോലെ തന്നെ പല റോമൻ ദൈവങ്ങൾക്ക് അല്ലെങ്കിൽ ആ രൂപങ്ങൾക്ക് ക്രിസ്തീയ പേരുകൾ കൊടുക്കുകയും പല റോമൻ ഉത്സവങ്ങൾക്ക് ക്രിസ്തീയ ഉത്സവങ്ങൾ പേര് കൊടുക്കുകയും ഒക്കെ ചെയ്ത കൂട്ടത്തിൽ ഈസ്റ്ററും ക്രിസ്മസും രണ്ടും ബൈബിളിൻ്റെ അകത്ത് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അതിന് ബൈബിളുമായിട്ടോ ക്രിസ്തുവുമായിട്ടോ ശരിക്കും ബന്ധമില്ല എന്നുള്ള സത്യം എല്ലാ പുരോഹിതന്മാർക്കും പാസ്റ്റർമാർക്കും തിയോളജിയും സഭാചരിത്രവും പഠിച്ച എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ഇത്രയും വളരെ മാഗസീൻ്റെ അകത്തും പേപ്പറിൻ്റെ അകത്തും ഒക്കെ പബ്ലിഷ് ചെയ്യുന്നതുകൊണ്ട് ആൾക്കാർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. എന്നാലും വളരെ വൈഡായിട്ട് ലോകം മുഴുവനും അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങളുടെ ഈ വെബ്സൈറ്റിൽ താഴെ കാണുന്ന സ്ക്രോൾ ചെയ്ത വെബ്സൈറ്റിൽ തന്നെ ഈ ഒരു ഡൗട്ട് സെക്ഷനിൽ ഈ ക്ലാസ് വളരെ വ്യക്തമായിട്ട് ഇട്ടിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോ കാണാം. ഒരു സൈഡിൽ കോൺസ്റ്റന്റൈൻ പോൾ ചക്രവർത്തിയുടെ ഫോട്ടോയും അല്ലെങ്കിൽ രൂപവും, അടുത്ത സൈഡിൽ ഒരു നാണയത്തിൻ്റെ തന്നെ അടുത്ത സൈഡിൽ ഈ സൂര്യദേവൻ്റെ വളരെ ഒരു ഇങ്ങനെ വളയമൊക്കെ തലയിൽ വെച്ചുള്ള സൂര്യദേവൻ അല്ലെങ്കിൽ മിത്ര എന്ന് പറഞ്ഞ് എഴുതി തന്നെയുള്ള അന്ന് കോൺസ്റ്റന്റൈൻ പോളിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന കോയിൻസ്, റോമൻ കോയിൻസിൻ്റെ പടം ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്നുകൂടി നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി കാണാം. അതിനകത്ത് പല പടങ്ങളും റെഫറൻസസ് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു കാര്യം അത് പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം പല ഉത്സവങ്ങളൊക്കെ ഇങ്ങോട്ട് മാറിയ കൂട്ടത്തിൽ അത് ഇങ്ങോട്ട് മാറുകയും ലോകം മുഴുവനും അത് അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ ആൾക്കാർ ചോദിക്കാറുണ്ട്, കാര്യം ബൈബിളിൻ്റെ അകത്ത് ഒരു പദം പോലും
ക്രിസ്തു ജനിച്ച തീയതിയാട്ട്, ക്രിസ്മസ് നാട്ട്, ഈസ്റ്റർ നാട്ട് ഒരു തീയതി കൊടുക്കാത്തത് കൊണ്ട് ഒരു സുവിശേഷകനും കർത്താവിൻ്റെ ദാസനും അല്ലെങ്കിൽ ഒരു അഭിഷക്തനോ ഒരു ദൈവത്തിൻ്റെ ദാസനോ അത് ബൈബിളിൻ്റെ അകത്ത് ഇല്ലാത്തത് പഠിപ്പിക്കുവാൻ പറ്റത്തില്ലല്ലോ. ഒരു ചരിത്ര പുസ്തകത്തിലും ഒന്നുമില്ല. ഈ ഒരു സത്യം മാത്രമേ ലോകം മുഴുവൻ നിലനിൽക്കുന്നുള്ളൂ. ബൈബിളിൻ്റെ അകത്ത് എന്തുവാ പറയുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഞാനൊന്ന് ഓർപ്പിക്കാം. ഗലാത്യ ലേഖനം 4-ാമത്തെ അധ്യായം. കാര്യം മനുഷ്യനെല്ലാം വളരെ സന്തോഷമുള്ള കാര്യമാണ് ഉത്സവം എന്ന് പറയുന്നത്. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഒരു സന്തോഷത്തിന് ഒരു ട്രിപ്പ് പോവുകയും ഒരു പ്രോഗ്രാം ഇടുകയും ഒക്കെ ചെയ്യുന്നത് മനുഷ്യൻ എന്തെങ്കിലും സന്തോഷിക്കുവാൻ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു സന്തോഷിക്കുവാൻ അത് ഒരു റീസൺ, ഒരു കാരണം ഉണ്ടാകുന്നത് എല്ലാ മനുഷ്യനും വളരെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഗലാത്യ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം 8 തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ നിങ്ങളത് പിന്നീട് വായിച്ചാൽ മതി. ഗലാത്യ ലേഖനം 4-ാമത്തെ അധ്യായം 8 തൊട്ട് താഴെ 11 വരെയും നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഈ അല്ലെങ്കിൽ വിഗ്രഹാരാധനയിൽ നിന്നൊക്കെ മാറി സത്യദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയ നിങ്ങൾ ദൈവമക്കളെ പറ്റിയാണ് പറയുന്നത്. വീണ്ടും നിങ്ങൾ ഈ പ്രയോജനമില്ലാത്ത ബലഹീനമായ പല കാര്യത്തിലേക്ക് നിങ്ങൾ തിരിയുന്നത് എന്തുകൊണ്ട്? കാര്യം പൗലോസ് വളരെ വ്യക്തമായിട്ട് ഗലാത്യ സഭയെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയും ദൈവത്തിൻ്റെ വചനവും വരച്ച് കാട്ടിക്കഴിഞ്ഞിട്ട് പൗലോസിൻ്റെ മിഷണറി യാത്രയിൽ ഒരു റൗണ്ടൊക്കെ എടുത്തിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവർ അന്നത്തെ ട്രഡീഷൻസ് അല്ലെങ്കിൽ അന്നത്തെ ജാതികളിൽ നിന്ന് പല കാര്യങ്ങൾ അവരിങ്ങോട്ട് എടുത്തു. ചില ഉത്സവങ്ങളും ചില കാര്യങ്ങളും അല്ലെ അവരുടെ പല രീതികളൊക്കെ അവരെടുത്തതുകൊണ്ട് അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ സത്യദൈവത്തെ ആരാധിക്കേണ്ടതിൻ്റെ പകരം നിങ്ങൾ ബലഹീനമായ, ഇവിടെ ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്ന യു ആർ അഗെയിൻ ടേണിങ് അഗെയിൻ ടു വീക്ക് ആൻഡ് ബെഗർലി എലിമെൻറ്റ്സ്. ബെഗർലി എന്ന് എഴുതിയേക്കുന്നത് വളരെ ശോചനീയമായ കാര്യത്തിലേക്ക് നിങ്ങൾ എന്തുകൊണ്ട് തിരിയുന്നത്? നിങ്ങൾ വീണ്ടും ബന്ധനത്തിലാകുക എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. എന്തുവാണ്? നിങ്ങൾ ആണ്ടുകൾ, മാസങ്ങൾ, കാലങ്ങളും ഉത്സവങ്ങളും ഒക്കെ നിങ്ങൾ ആചരിക്കുന്നു എന്ന് പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് എന്തും വേണ്ടി ഐ ഹാവ് ലേബേർഡ് ഫോർ യു എന്ന് എവിടെ എഴുതിയേക്കുന്നത്. എന്തും വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേദന സഹിച്ച് നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചാണ് നിങ്ങളെ ഞാൻ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നത്. അതൊന്നും ഇല്ലാതായി പോകല്ലേ എന്ന് പൗലോസ് ചോദിക്കുന്ന ആ ഭാഗം നമുക്കറിയാം. വീണ്ടും കൊലോസ്യ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം 15ഉം 16ഉം വാക്യത്തിൽ നമ്മൾ കാണുന്നു. കൊലോസ്യ ലേഖനം 2-ാമത്തെ അധ്യായം 15, 16, 17 വാക്യങ്ങൾ കാണുമ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, പരസ്യമായിട്ട് സാത്താൻ്റെ മേൽ ജയം കൊണ്ടാടുകയും അതുപോലെ തന്നെ യേശു കർത്താവ് ക്രൂശിൽ ജയം കൊണ്ടാടിയത് എന്ന് ഇവിടെ എഴുതിയിട്ട് പിന്നെ എഴുതിയിരിക്കുക, അതുകൊണ്ട് ആരും നിങ്ങളെ ആഹാരത്തിലോ പാനീയത്തിലോ ഉത്സവത്തിലോ ഒന്നും നിങ്ങളെ വിധിക്കുവാൻ അല്ലെങ്കിൽ കുറ്റം വിധിക്കുവാൻ ഇടവരുതല്ലേ എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. ലെറ്റ് നോ വൺ ജഡ്ജ് യു ഇൻ ഫെസ്റ്റിവൽസ് ആൻഡ് എ ന്യൂ മൂൺ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് 18-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. കാര്യം പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, പഴയ നിയമത്തിലുണ്ടായിരുന്നല്ലോ. പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ ശരിയാ, യഹൂദന്മാർക്ക് ചില ഉത്സവങ്ങളുണ്ടായിരുന്നു. പക്ഷെ പുതിയ നിയമത്തിൽ മത്തായി സുവിശേഷം തൊട്ട് വെളിപ്പാട് പുസ്തകം വരെ ഒറ്റ ഉത്സവം നമ്മൾ കാണുന്നില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ കാരണം ഇവിടെ എഴുതിയിട്ടുണ്ട്. 17-ാമത്തെ വാക്യത്തിൽ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന ഉത്സവം അതൊക്കെ വരും ദിവസങ്ങൾ എന്ന് വെച്ചാൽ കർത്താവിനെ പറ്റിയുള്ള ഒരു നിഴൽ മാത്രമായിരുന്നു. ഹിയർ ദ സബ്സ്റ്റൻസ് ഈസ് ക്രൈസ്റ്റ്. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഏകാഗ്രതപ്പെടുവാനും കോൺസെൻട്രേറ്റ് ചെയ്യുവാനും നമ്മുടെ ആരാധനയും നമ്മുടെ ശ്രദ്ധയും എല്ലാം ക്രിസ്തുവിലാണ്. അല്ലെങ്കിൽ ഉത്സവത്തിൽ ഉത്സവം കൊണ്ടാടുന്ന നിമിത്തം ആരും നിങ്ങളെ കുറ്റം വിധിക്കല്ല. നേരത്തെ നമ്മൾ വായിച്ചത്, നിങ്ങൾ വളരെ ദുഃഖത്തോടുകൂടിയാണ് ദൈവത്തിൻ്റെ അഭിഷക്തൻ പറയുന്നത്, നിങ്ങൾ ഇതുപോലെ ആണ്ടുകളും ഉത്സവങ്ങളും ഒക്കെ കൊണ്ടാടുന്നു, എത്ര കഷ്ടപ്പെട്ടാണ് നിങ്ങളെ അതിൽ നിന്നൊക്കെ മാറ്റി ദൈവസന്നിധിയിൽ കൊണ്ടുവന്നത്. നിങ്ങൾ വീണ്ടും ഈ വളരെ ബെഗർലി എലിമെൻറ്റ്സ് നേടിയേക്കുന്നത് വളരെ ശോചനീയമായ കാര്യത്തിൽ നിങ്ങൾ കൊണ്ടാടുന്നു. അതുകൊണ്ട് അതൊന്നും പാടില്ല, അല്ലെങ്കിൽ ഉത്സവങ്ങളും ഒന്നും പാടില്ല, നിങ്ങൾ ആണ്ടുകളൊക്കെ കൊണ്ടാടുന്നു എന്ന് വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്തുവായാലും ലോകം മുഴുവനും ഈ ഒരു ദിവസം ക്രിസ്മസ് ആയിട്ട് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ജന്മദിനമായിട്ട് കൊണ്ടാടുമ്പോൾ നമുക്ക് ചിന്തിക്കാം, യേശു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് ഞാൻ ഇത്രയും നേരത്തെ ഞാൻ പറഞ്ഞത് അതിൻ്റെ സത്യമാണ്. നിങ്ങൾ ചിന്തിക്കും, ഞാനൊരു പുതിയ കാര്യം പറയുവാണോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ പാസ്റ്റർമാർക്കും പുരോഹിതന്മാർക്കും തിയോളജിയും ചരിത്രവും ഒക്കെ പഠിച്ച എല്ലാ ദൈവമക്കൾക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു സത്യം മാത്രം നിങ്ങളോട് ഷെയർ ചെയ്തതേ ഉള്ളൂ. മലയാള മനോരമയിൽ മിക്കവാറും വരാറുണ്ട്, എല്ലാ എൻസൈക്ലോപീഡിയയിലുള്ള ഒരു സത്യം. പലരുടെ ഒരു സംശയമാണ്, കാര്യം ബൈബിളിലില്ല, പിന്നെ ഇത് എവിടുന്ന് വന്നു എന്നൊരു സംശയം ഷെയർ ചെയ്തേ ഉള്ളൂ. ഇനി നമുക്ക് യേശു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ജീവിതം എത്ര ഭാഗ്യമേറിയ ഒരു അവസ്ഥയാണ്.
കാര്യം ഒരു ദിവസം മാത്രം കൊണ്ടാടേണ്ട ഒരു സന്തോഷമല്ല ഒരു ദൈവ പൈതലിൻ്റെ, ഒരു ക്രിസ്തുവിൻ്റെ മകൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ നമ്മുടെ സന്തോഷം ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല. നമ്മൾ ഇന്ന് ലോകത്തിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബീവറേജസിനോട് ചോദിച്ചാലും അല്ലെങ്കിൽ ഏത് കണക്കെടുത്താലും ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കുന്നതും അത് നിമിത്തം ആക്സിഡൻറ്റ്സ് ഉണ്ടാകുന്നതും പ്രശ്നങ്ങളും കുത്തും വെട്ടും ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ക്രിസ്മസ്. വേറൊന്നും കൊണ്ടല്ല, കൊണ്ടാടുക, സന്തോഷം കൊണ്ടാടുക എന്ന് പറഞ്ഞ് മദ്യം കൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇത് ദിവസം ആരംഭിച്ചല്ലേ ഉള്ളൂ. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കളും യേശുവിൻ്റെ ജന്മദിനമാണെന്ന് പറഞ്ഞ് മദ്യം കൊണ്ടാരും കൊണ്ടാടല്ലേ. കാര്യം മദ്യപാനികൾ സ്വർഗത്തിൽ പോകത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി സ്വർഗം അവകാശമാക്കത്തില്ലെന്ന് ബൈബിൾ പറയുന്നു. അല്ലാതെ ദൈവസന്നിധിയിൽ സന്തോഷിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ നിങ്ങൾ ഈ ദിവസം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ദിവസം മാത്രമല്ല എല്ലാ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു സന്തോഷമായി തീരട്ടെ. യേശു നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തൊരു മാറ്റം, എന്തൊരു യെസ്, എല്ലാ രീതിയിലും നിങ്ങളുടെ കാഴ്ചപ്പാടും ചിന്തയും നിങ്ങളുടെ ഇതുവരെയും നിങ്ങൾക്കൊരു ബഹുമാനവും ഇല്ലായിരുന്നിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ കഴിവുകൾ അല്ലെങ്കിൽ കഴിവില്ലാത്ത അതിന് വേണ്ട പോലെ നമുക്കുണ്ടല്ലോ പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത, വേണ്ട പോലെ നമുക്ക് നമ്മുടെ കഴിവുകളൊന്നും പ്രദർശിപ്പിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമായിരിക്കാം. പക്ഷേ യേശു നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ എന്തൊക്കെ നിങ്ങൾക്ക് കഴിയത്തില്ല അതൊക്കെ നിങ്ങളെ അതിനുവേണ്ടി ബലമാക്കുന്ന, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങളുടെ കഴിവുകേടിനെയെല്ലാം അല്ലെ നിങ്ങളുടെ കുറവുകളെല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയ്ക്കുകയും എന്തൊരു സന്തോഷമാണ്. അതാണ് നമ്മൾ ബൈബിൾ നോക്കുന്നത്. ആ ഒരു സന്തോഷം നെഹമ്യാവിൻ്റെ പ്രവചന പുസ്തകത്തിൽ എഴുതിയേക്കുന്ന ദൈവത്തിലുള്ള സന്തോഷമാണ് എൻ്റെ ബലം. ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത്. അപ്പം ദൈവത്തിലുള്ള സന്തോഷമാണ് നമ്മുടെ ബലം. സങ്കീർത്തനക്കാരൻ വീണ്ടും സങ്കീർത്തനം 4-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചതിനേക്കാൾ അധികം സന്തോഷം ദൈവമേ നീ എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു. അപ്പോൾ അന്നത്തെ ഒരു അക്കൗണ്ടാണ്, അല്ലെങ്കിൽ ധാന്യമാണ്. അവരുടെ കൃഷി ചെയ്തിട്ട് അവരുടെ ബാൺ ഹൗസ് അല്ലെങ്കിൽ സ്റ്റോർ റൂമിൽ അവർ ധാന്യം സൂക്ഷിച്ചു വെക്കും വർഷങ്ങൾക്കേക്ക്. അതാണ് അവരുടെ അക്കൗണ്ട്. വീഞ്ഞ് അതുപോലെ തന്നെ അവർ സൂക്ഷിച്ചു വെക്കും. അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആഹാരം 2 വസ്തുവാണ്. അത് സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ഭാവി ശുഭമാണെന്നുള്ളൊരു രീതിയാണ് അന്നത്തെ അക്കൗണ്ടാണ്, അന്നത്തെ സ്റ്റോർ ഹൗസിൽ അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പോൾ എൻ്റെ അക്കൗണ്ട് കവിഞ്ഞൊഴുകുന്നതിനേക്കാൾ ഒരു 10 കോടിയല്ല, ഒരു 100 കോടിയല്ല, സങ്കീർത്തനക്കാരൻ പറയുന്ന ധാന്യവും വീഞ്ഞും വർദ്ധിച്ചതിനേക്കാൾ എന്ന് വെച്ചാൽ എൻ്റെ അക്കൗണ്ട് കവിഞ്ഞൊഴുകുന്നതിനേക്കാൾ അധികം സന്തോഷം ദൈവമേ നീ എൻ്റെ ഹൃദയത്തിൽ തന്നുവല്ലോ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. വീണ്ടും സങ്കീർത്തനത്തിലും അതുപോലെ തന്നെ എബ്രായ ലേഖനത്തിലും എടുത്താവർത്തിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ നീതിയെ അല്ലെ നീതി വചനം ഞാൻ അത് സ്നേഹിക്കുകയും അതനുസരിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അല്ലെ യേശു കർത്താവ് എൻ്റെ കൂട്ടുകാരേക്കാൾ പരമായിട്ട്, ബന്ധക്കാരേക്കാൾ പരമായിട്ട് ആനന്ദ തൈലം കൊണ്ട് എൻ്റെ തലയെ അഭിഷേകം ചെയ്യുന്ന ഒരു വലിയ ദൈവിക പ്രവൃത്തിയെപ്പറ്റി നമുക്കറിയാം. ഹി അനോയിൻസ് മൈ ഹെഡ് വിത്ത് ഓയിൽ ഓഫ് റിജോയ്സ് അല്ലെ ഓയിൽ ഓഫ് ഹാപ്പിനെസ് എഴുതിയേക്കുന്നത്. അപ്പോൾ ആനന്ദ തൈലം കൊണ്ട് എൻ്റെ തലയെ അഭിഷേകം ചെയ്യുന്ന എന്ന് വെച്ചാൽ ദൈവം നമുക്ക് സന്തോഷം തരാതെ എത്ര പണമാണേലും എന്താണേലും നമുക്ക് സന്തോഷം തരുവാൻ കഴിയത്തില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തരുവാൻ കഴിയാതെ. അപ്പം നമ്മൾ വചനത്തിൽ നോക്കുമ്പോൾ കർത്താവിൻ്റെ സന്തോഷം അതാണ് നമ്മുടെ ബലം. സന്തോഷമുണ്ടെങ്കിൽ ലോകത്തിൽ വേറെ ഇപ്പോൾ നമുക്ക് ഒന്നുമില്ലെന്ന് പറഞ്ഞാലും അല്ലെ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന കാര്യം നടന്നില്ലെങ്കിലും ദൈവത്തിലുള്ള സന്തോഷം ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ പിന്നെ ആ വ്യക്തിയുടെ ജീവിതം ധന്യമായി, ഇറ്റ് ഈസ് ബ്ലെസ്സഡ്. കാര്യം പണം ഉള്ളവർക്ക് ഇല്ലാത്ത ഒരു സന്തോഷം, പണം കൊണ്ട് വാങ്ങിക്കുവാൻ കഴിയാത്ത ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ തരുന്നത് കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കുമ്പോഴാണ്. ഞാൻ എപ്പോഴും വചനത്തിൽ ഓർപ്പിക്കാറുള്ള പോലെ ദൈവം വസിക്കുന്നത് മനുഷ്യനിർമ്മിതമായ ആലയത്തിലല്ല, ദൈവം വസിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. നമ്മൾ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യേശു കർത്താവ് ലോകത്തിലേക്ക് വന്നു ജനിച്ചു എന്ന് പറഞ്ഞാണല്ലോ നമ്മളെല്ലാം ഈ സന്തോഷം അല്ലെങ്കിൽ ലോകം മുഴുവനും ഈ സന്തോഷം അല്ലെങ്കിൽ ഈ ദിവസം സന്തോഷമായിട്ട് ആഘോഷിക്കുന്നത്. ബൈബിൾ നമ്മൾ നോക്കുമ്പോൾ 2 പ്രധാന കാരണം നമുക്ക് കാണാം. യേശു ലോകത്തിൽ വന്നതെന്തിനാ എന്നൊരു ചോദ്യം ലോകത്തിൽ പലർക്കും ഉണ്ടാകാറുണ്ട്. ആൾക്കാരുടെ വിചാരം എന്നെ അങ്ങ് അനുഗ്രഹിക്കാനാണ്, എനിക്ക് ചോദിക്കുന്നൊക്കെ തരാനാ, എൻ്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാനാ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വചനത്തിൽ നിന്ന് 2-3 വാക്യം നമുക്ക് പെട്ടെന്ന് നമുക്ക് നോക്കാം. യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായം 11-ാമത്തെ വാക്യം ഒന്നുകൂടി ഞാൻ ആവർത്തിക്കട്ടെ. യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 15-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. അവിടെ യേശു കർത്താവ് പറയുന്ന ഞാൻ നിങ്ങളോട് സംസാരിച്ച ഈ വചനം നിമിത്തം, ഇവിടെ എഴുതിയിരിക്കുന്നത് ആ വചനം നിങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കുകയും ആ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കുകയും ആ സന്തോഷം പൂർണ്ണമായി തീരും.
അപ്പം കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന, ഇപ്പം ഒരു മനുഷ്യനല്ല സംസാരിക്കുന്നത്, മനുഷ്യൻ സംസാരിക്കുന്നെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മളോട് ഓരോരുത്തരോടും സംസാരിക്കുന്നത്. ഒരു മനുഷ്യനിൽ കൂടാന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ ബൈബിൾ പറയുന്നത്, യോഹന്നാൻ സുവിശേഷം 15:11 നമ്മളിപ്പം വായിച്ചത്, അവിടെ എഴുതിയിരിക്കുന്നത്, യേശു പറയുന്നതാണ്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വചനം നിമിത്തം നിങ്ങളുടെ സന്തോഷം, എൻ്റെ സന്തോഷം നിങ്ങളിൽ നിലനിൽക്കുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമായി തീരുവാൻ. അപ്പോൾ യേശു കർത്താവിൻ്റെ സന്തോഷം നമ്മളിൽ അങ്ങോട്ട് വന്ന് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി ആ സന്തോഷം നിലനിൽക്കണം. എഴുതിയേക്കുന്ന അത് വന്ന് ഒഴുകി പോകുമല്ല. ചിലപ്പോൾ മദ്യത്തിനൊരു അല്പസമയത്തേക്ക് മദ്യത്തിനോ മയക്കുമരുന്നിനോ ഒക്കെ ഒരു സന്തോഷം തരുന്നു എന്ന് ആൾക്കാർ പറയുന്നു. അത് കഴിഞ്ഞ് അവരോട് ചോദിച്ചാൽ അറിയാം അത് എത്രത്തോളം ദുഃഖവും കുറ്റബോധവും നിരാശയും നഷ്ടവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പം അതൊക്കെ വളരെ സെക്കൻഡ്സ് മാത്രം ഉണ്ടാക്കുന്ന ഒരു സന്തോഷം തരുമ്പോൾ കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം അത് നിങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കുകയും അതുമാത്രമല്ല ആ സന്തോഷം ദാറ്റ് യുവർ ജോയ് മൈറ്റ് ബി ഫുൾ എന്ന് എഴുതിയേക്കണം. ഒരു സ്പീഡോമീറ്ററോ അല്ല എന്തെങ്കിലും ഒരു മീറ്ററിൽ അതിൻ്റെ സൂചി പോയി ഫുള്ളായിട്ട് ഇടിച്ച് നിൽക്കുന്ന പോലെ, ഇനി സ്ഥലമില്ലാത്ത പോലെ നമ്മുടെ ഹൃദയം മുഴുവനും ദൈവിക സന്തോഷത്താൽ നിറയുവാൻ. നമുക്കറിയാമല്ലോ കർത്താവിൻ്റെ വാഗ്ദത്തം എന്ന് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനവും സന്തോഷവും അത് ലോകം തരുന്നത് പോലെ അല്ല. വേറൊരു ഭാഗത്ത് പറയുന്നത്, ആർക്കും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഈ യോഹന്നാൻ സുവിശേഷം നമ്മളിപ്പം വായിച്ചത്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വചനം, നമ്മളത് അനുസരിക്കുമ്പോൾ, കേൾക്കുമ്പോൾ മാത്രമല്ല, കേൾക്കുമ്പോൾ ഒരു ചെറിയ സന്തോഷത്തിൻ്റെ എഫക്റ്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതനുസരിക്കുമ്പോൾ യേശു കർത്താവ് പറയുന്നത്, എൻ്റെ സന്തോഷം, യേശുവിൻ്റെ സന്തോഷം നമ്മളിൽ നിലനിൽക്കുവാനും, ദാറ്റ് ഇറ്റ് റിമെയിൻസ് ആൻഡ് ദാറ്റ് യുവർ ജോയ് മൈറ്റ് ബി ഫുൾ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമായി തീരുവാൻ, പരിപൂർണമായി തീരുവാൻ. വീണ്ടും നമ്മൾ 1 യോഹന്നാൻ അതിൻ്റെ 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഞങ്ങൾ നിങ്ങൾക്ക് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നതാണ്, നിങ്ങൾക്ക് എഴുതിയിരിക്കുന്ന ദൈവവചനം, അല്ല ദൈവവചനം എന്തിനാണ് നമുക്ക് വേണ്ടി കർത്താവ് എഴുതിയിരിക്കുന്നത്? ഇവിടെ എഴുതിയിരിക്കുന്നത് ആ ദൈവവചനം നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമായി തീരുവാൻ. 1 യോഹന്നാൻ 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യമാണ് നമ്മളിവിടെ വായിച്ചത്. ഇവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ഈ കേൾക്കുന്ന ദൈവവചനം, അല്ല നിങ്ങൾക്ക് എഴുതുന്ന ഈ ദൈവവചനം നിങ്ങളത് വായിക്കുകയും പഠിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമായി തീരും. ഇത് തീർച്ചയായിട്ടും മനുഷ്യനെ കൊണ്ട് സാത്താൻ ചെയ്യിപ്പിക്കത്തില്ല. ഇന്നത്തെ ദിവസം ചിലപ്പോൾ മദ്യം കുടിച്ചോ അല്ലെങ്കിൽ ചുമ്മാതെ സംസാരിച്ചോ ഒക്കെ മനുഷ്യൻ ആഹാരം കഴിച്ച് സന്തോഷിക്കുമായിരിക്കും. അതൊക്കെ അത് ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചാൽ വൈകിട്ടാകുമ്പോഴത്തേക്ക് തീർന്നു പോകും ആ സന്തോഷം, അല്ലെങ്കിൽ ആ നിറവ് തീർന്നു പോകും. പക്ഷെ ദൈവം തരുന്ന സന്തോഷം അത് ഒരു ദിവസമല്ല, ഇന്ന് 25-ാം തീയതി ഒരു ദിവസത്തേക്കല്ല, അത് തലമുറ നിങ്ങളുടെ കുടുംബം ധന്യമായി തീരുവാൻ, നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ, നിങ്ങളുടെ ജോലിയിലും ബിസിനസ്സിലും നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ഭാവി ഒക്കെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും കേൾക്കുന്ന വചനം നിങ്ങൾ അനുസരിക്കണം. ദൈവത്തിൻ്റെ പൈതലായി തീരണം. കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്ന പൂർണ്ണമായിട്ട് നിങ്ങൾ അനുസരിക്കുകയും അങ്ങനെ ആണെങ്കിൽ നിങ്ങളുടെ ഈ സന്തോഷം പൂർണ്ണമായി തീരും, അത് നിലനിൽക്കും. നമ്മളിപ്പോൾ ഈ വായിച്ച വാക്യങ്ങളെല്ലാം നമ്മൾ വായിച്ചല്ലോ, ദൈവത്തിൻ്റെ സന്തോഷം. അപ്പോൾ യേശു കർത്താവ് വന്നത് എന്തിനാ? ഞാൻ പറഞ്ഞല്ലോ, പ്രധാനമായിട്ട് ബൈബിളിൽ നമ്മൾ നോക്കുമ്പോൾ ബൈബിൾ അല്ലാതെ ഒന്നും പറയുവാൻ ഒരു കർത്താവിൻ്റെ ദാസന് പറ്റത്തില്ലല്ലോ. പഠിപ്പിക്കണമെങ്കിൽ വേറെ ഒരു കൂട്ടർ പറഞ്ഞതോ അവിടുന്ന് പുസ്തകത്തിൽ നിന്ന് വായിച്ചോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ വചനം. ഈ വചനത്താലാണല്ലോ നമ്മൾ ന്യായം വിധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ദിവസത്തെ പ്രാധാന്യവും നമ്മൾ ഇന്ന് ഈ വചനത്തിൽ നിന്ന് ചിന്തിച്ചത്. ദൈവം തരുന്ന സന്തോഷവും നമ്മൾ ഈ വചനത്തിൽ നിന്ന് ചിന്തിച്ചത്. കാര്യം ആകാശം മാറും, ഭൂമി മാറും, ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. ഈ വചനത്താലാണല്ലോ നമ്മളെ ന്യായം വിധിക്കുന്നത്. ഞാനിപ്പോൾ ഓർപ്പിച്ചപ്പോൾ 2 കാര്യമാണ് പ്രധാനം. അതിൻ്റെ അകത്ത് ഒന്ന്, യേശു കർത്താവ് ഭൂമിയിലേക്ക്, ദൈവം മനുഷ്യ അവതാരമെടുത്ത് ഭൂമിയിൽ ജന്മം ധരിച്ച് 33.5 വർഷം ജീവിച്ച് ശുശ്രൂഷ ചെയ്ത് ദൈവത്തിൻ്റെ സമയമായപ്പോൾ ക്രൂശിൽ മരിച്ച്, നമ്മുടെ പാപത്തിന് വേണ്ടി, യാഗത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിന്നും ജീവിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മൾ അതിൻ്റെ അനുഭവസ്ഥരാണ്. ജീവിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അപ്പം ആ കർത്താവ് വീണ്ടും നമ്മൾ നോക്കുമ്പോൾ 2-ാമത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഉദ്ദേശമാണ് 1 യോഹന്നാൻ 3-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. ഒന്നുകൂടി ഞാൻ പറയട്ടെ, 1 യോഹന്നാൻ 3-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. ഇവിടെ എഴുതിയിരിക്കുന്നത്, യേശു കർത്താവ് ഭൂമിയിൽ വന്നത് ടു ഡിസ്ട്രോയ് ദ വർക്ക്സ് ഓഫ് ഫ്ലഷ് ഇൻ യുവർ ലൈഫ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ
സാത്താൻ്റെ ക്രിയകളെ അല്ലെങ്കിൽ സാത്താൻ്റെ പ്രവൃത്തികളെ നശിപ്പിപ്പാൻ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുവാൻ, ഇല്ലാതാക്കി തീർക്കുവാൻ ആണ് യേശു ഭൂമിയിലേക്ക് വന്ന്. ആദ്യത്തെ പോയിന്റ് നമ്മൾ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കി. യേശു ഭൂമിയിലേക്ക് വന്നത് നിങ്ങൾക്ക് സന്തോഷം, കവിഞ്ഞൊഴുകുന്ന ഒരു സന്തോഷം തരുവാൻ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമായി തീരുവാൻ. രണ്ടാമത്തെ കാര്യമാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്ന 1 യോഹന്നാൻ 3-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ജീസസ് കെയിം ടു ദിസ് വേൾഡ് എന്ന് എഴുതിയേക്കുന്നത്. യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത്, ദൈവപുത്രൻ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണ്? നിങ്ങളുടെ ജീവിതത്തിലെ സാത്താൻ്റെ പ്രവൃത്തികളെ ഓരോന്നായിട്ട് നശിപ്പിപ്പാൻ, ഇല്ലാതാക്കി തീർക്കുവാൻ. അപ്പം നമ്മുടെ ജീവിതത്തിലെ നമുക്ക് ഒത്തിരി പാരമ്പര്യ സ്വഭാവങ്ങൾ കാണും, ഒത്തിരി സാത്താന്യ പ്രവൃത്തികൾ കാണും. എന്തെങ്കിലും ഒരു സാത്താന്യ ലോകസ്നേഹമോ സ്വാർത്ഥതയോ അസൂയോ അഹങ്കാരമോ ഇതൊന്നും ദൈവിക സ്വഭാവമല്ല. ദിവ്യാഗ്രഹമോ ഇതെല്ലാം സാത്താൻ്റെ സ്വഭാവമാണ് എന്ന് ബൈബിൾ ജഡത്തിൻ്റെ ഫലമായിട്ട് ആ ബൈബിൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽപ്പെടുന്ന ഏതെങ്കിലും കോപമോ ക്രോധമോ ഈർഷ്യയോ വായിൽ നിന്ന് വരുന്ന ദൂഷമോ അങ്ങനത്തെ വചനങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബൈബിൾ എഴുതിയിരിക്കുന്നത് ഒരു ദിവസം കൊണ്ടല്ല നമുക്ക് രൂപാന്തരം വരുന്നത്. അവസാനം നമ്മൾ സ്വർഗത്തിൽ, കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചല്ലോ, സ്വർഗത്തിൽ പോയാലേ പറ്റൂ. അപ്പം നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ നിങ്ങളുടെ ജീവിതത്തിലെ പാപപ്രവൃത്തികൾ, സാത്താൻ്റെ പ്രവൃത്തികൾ, സ്വർഗത്തിൽ പോകുവാൻ തടസ്സമായിട്ട് നിൽക്കുന്ന എന്തൊക്കെ സ്വഭാവങ്ങൾ, അത് ഓരോന്നായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മരിപ്പിപ്പാൻ വേണ്ടിയാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. അപ്പം യേശു കർത്താവേ എൻ്റെ ജീവിതത്തിൽ വരണമേ. വെളിപ്പാട് പുസ്തകത്തിൽ നോക്കുമ്പോൾ അവൻ ഓരോ വാതിക്കൽ വന്നിരുന്ന് മുട്ടുന്നു, ഹൃദയ കവാടത്തിൽ വന്ന് മുട്ടുന്നു. ആര് തുറന്നു തരും? ഞാൻ അവരുടെ കൂടെ അത്താഴം കഴിക്കും, അല്ലെങ്കിൽ വി വിൽ എൻജോയ് ടുഗദർ, വി വിൽ പാർട്ടി ടുഗദർ. അപ്പം ദൈവത്തോടു കൂടി ഒന്നിച്ച് സന്തോഷിപ്പിക്കണമെങ്കിൽ മദ്യം കഴിച്ചോ ആഹാരം കഴിച്ചോ ചെയ്തുകൊണ്ട് മാത്രം നടക്കത്തില്ല, അല്ലെ അതുകൊണ്ട് ഒട്ടും നടക്കത്തില്ല. അതൊക്കെ താൽക്കാലികമായ സന്തോഷം എന്ന് നിങ്ങൾ തോന്നിക്കുന്നു, നമ്മളെ നശിപ്പിക്കുന്ന ചില കാര്യങ്ങൾ. പക്ഷെങ്കിൽ യേശുവേ എൻ്റെ ഹൃദയത്തിൽ വരണമേ, യേശു കർത്താവേ എൻ്റെ ഹൃദയം ഞാൻ അങ്ങേക്ക് വേണ്ടി തുറക്കുന്നു, എൻ്റെ ജീവിതം ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ. എൻ്റെ ഈ അർത്ഥമില്ലാത്ത ജീവിതം, ലോകം മുഴുവനും എന്നെ കളിയാക്കുമ്പോൾ പരിഹസിക്കുമ്പോൾ അതൊരു അർത്ഥമുള്ള ജീവിതമാക്കി തീർക്കണമേ. അങ്ങ് എന്നോട് സംസാരിച്ചാലും വചനത്തിൽ കൂടും ദൈവത്തിൻ്റെ ആലോചനയായിട്ട് സംസാരിച്ച് ഞാനത് അനുസരിക്കാം എന്ന് നിങ്ങൾ തീരുമാനമെടുക്കുന്നെങ്കിൽ ഇന്ന് തൊട്ടുള്ള നിങ്ങളുടെ ദിവസം, നിങ്ങളുടെ ഭാവി ധന്യമായി തീരും. ക്രിസ്തുവിൽ നിങ്ങളുടെ ജീവിതവും കുടുംബവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരും. ദൈവത്തിൻ്റെ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഫോട്ടോസൊക്കെ കാണുവാൻ ഞങ്ങളുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. ബൈബിൾ ക്ലാസ്സസും പല മൊബൈൽ ഡൗൺലോഡ്സും ഒക്കെ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. എന്ത് സംശയമുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ കൗൺസിലിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ വിളിച്ചാൽ നിങ്ങളെ പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.